ഹായ് ഓൾ, വെൽക്കം ബാക്ക് കൊമേഴ്സ് എജു. ഇന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഏരിയയിൽ നിന്ന് മാത്രം PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which decision of the finance manager determines the overall cost of capital and the financial risk of the enterprise? Category number 25/2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് ചോദ്യം? വിച്ച് ഡിസിഷൻ, താഴെ പറയുന്നതിൽ ഏത് ഡിസിഷനാണ് ഡിറ്റർമിൻസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി എൻ്റർപ്രൈസ്. ഒരു പെർട്ടിക്കുലർ എൻ്റർപ്രൈസിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്ക്കും കൺസിഡർ ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് ഡിസിഷനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഓപ്ഷൻ സി ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ, ഓപ്ഷൻ സി ഫിനാൻസിങ് ഡിസിഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷനാണ്. ഫിനാൻസിങ് ഡിസിഷനിലാണ്. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യണം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഫിനാൻസ്, അതാണ് നമ്മൾ ആക്ച്വലി ഫിനാൻസിങ് ഡിസിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സോഴ്സാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ആ സോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നതിന് മുമ്പ് വി ഷുഡ് കൺസിഡർ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. റിസ്ക്കും കോസ്റ്റും ഇവിടെ കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യുന്ന ഡിസിഷനാണ് എന്ത്? ഫിനാൻസിങ് ഡിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് കാറ്റഗറി നമ്പർ 35/2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരേ ക്വസ്റ്റ്യനും അതിൽ സബ് ക്വസ്റ്റ്യനായിട്ട് 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പ്രോബ്ലമാണ് ചോദിച്ചിരുന്നത്. ഏത് ഏരിയയിൽ നിന്ന്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ. എ കമ്പനി ഇഷ്യൂഡ് 10% perpetual debt, the tax rate being 35%. Determine the after-tax cost of capital under the following situations. താഴെ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഡെപ്റ്റിൻ്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ ഇഷ്യൂഡ് അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ, ഇപ്പോൾ പാറിനാണ് ഇഷ്യൂ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫേസ് വാല്യൂ ഇത്രയിലാണ് ഇഷ്യൂ ചെയ്തതെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അസ്യൂം ചെയ്താൽ ₹100 ആണ് ആ ഒരു പെർട്ടിക്കുലർ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ D = NB. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ടാക്സ് വരുമ്പോൾ 1 - T × 100. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഡി മീൻസ് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എത്രയാണ്? 10% ആണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10% ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ 100ൻ്റെ 10% ആണ്. ഈ 100ൻ്റെ 10% 10 / നെറ്റ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 100 എത്ര വാല്യൂവിനാണ് വിൽക്കുന്നത്? 100 × 1 - T. T ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്ര? 35%, 0.35. ദെൻ നമുക്ക് ആൻസർ എത്ര കിട്ടും? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 6.5% അതായിരിക്കും ഇവിടെ ആൻസർ. 6.5%. ദെൻ ദേ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് മറ്റൊരു സിറ്റുവേഷനാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിലാണ് ഈ ഒരു പൊട്ടി. ഡിസ്കൗണ്ട് എത്രയാണ്? 10%. 10% ഡിസ്കൗണ്ടിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷനാണ്. ഇവിടെ ഡിവിഡൻഡ് എത്ര തന്നെ? 10 ഡിവൈഡ് നെറ്റ് പ്രൊസീഡിങ്സ് എത്രയാണ്? നമ്മൾ 10% ഇവിടെ 10% ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പോൾ നോർമൽ നെറ്റ് പ്രൊസീഡിങ്സ് എത്ര വരും? 100ൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുമ്പോൾ നോർമലി എത്ര വരും? 90 ആയിട്ടത് മാറും. 10 / 90. ടാക്സ് അതേപോലെ 1 - 0.35 × 100. അപ്പം നമുക്ക് ആൻസർ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 6.86 ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 6.86 ആൻസർ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ സെയിം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 10% പ്രീമിയത്തിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ ഇക്വേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. എന്താ വരും? D / NP തന്നെ.
ഇവിടെ മാറ്റം എന്ന് പറയുന്നത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് വാല്യൂ 100 എന്ന് എഴുതിയത് എന്തായി മാറും? പ്രീമിയം 10% പ്രീമിയം കൂടെ ആഡ് ബാക്ക് ചെയ്യുമ്പം 110 ആവും അവിടെ നെറ്റ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 10 ഡിവൈഡ് ബൈ 100ൻ്റെ സ്ഥലത്ത് തരാം 110 ആവും. 1 മൈനസ് 0.35 ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി എത്രയാണ് ആൻസർ വരുന്നത്? ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 5.91 ആയിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. 5.91% ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ഫാൾസ്? താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, the cost of equity capital is lower than cost of debt. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെപ്റ്റ് ക്യാപിറ്റലിനേക്കാളും കുറവാണ് എന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ, the equity share of the company must give a higher return than debt because equity share involve more systematic risk. Option C, cost of capital is the minimum rate of return that a firm required to increase the value of firm in the marketplace. Option D, the cost of equity capital is very difficult to estimate. ഇവിടെ ഇത് കാറ്റഗറി നമ്പർ 025/23 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓരോ ഓപ്ഷൻ നോക്കാം. അത് ഓപ്ഷൻ എ എന്ന് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം എന്തുകൊണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും കുറവാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? എപ്പോഴും കോസ്റ്റ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ്. ഡെപ്റ്റിനേക്കാളും കോസ്റ്റ് ഉള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലാണ്. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ്, the equity share of a company must give a higher return than the debt because equity shares involve more systematic risk. അതെ, കറക്റ്റാണ്. അതായത് ഇക്വിറ്റി ഷെയർ കമ്പനി എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി മസ്റ്റ് ഗിവ് ഹയർ റിട്ടേൺ. എപ്പോഴും ഇക്വിറ്റി ഷെയർ ആണ് എന്ത് ഹയർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹയർ റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യാൻ കാരണം? ദേ സഫർ ദ മോർ റിസ്ക്. അവരാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക് റിസ്ക് സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഓഫ്. അതുകൊണ്ട് അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. Third statement, cost of capital is the minimum rate of return that a firm required to increase the value of the firm in the marketplace. ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നാണ്. ആക്ച്വലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം റിക്വയർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം. മാർക്കറ്റിൽ ഒരു ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, ആ റിട്ടേണിനെയാണ് ആക്ച്വലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത് റൈറ്റായ ആൻസറാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ്. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അറിയാം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ്, ഇങ്ങനെ പല കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടായി നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. അതും ഒരു റൈറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Then next question, which one of the following statement is correct? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? about the weighted average cost of capital ഏതുമായി റിലേറ്റ് ചെയ്ത് WACCയുമായി റിലേറ്റ് ചെയ്ത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് താഴെയുള്ളതിൽ ഏതാണ്? കാറ്റഗറി നമ്പർ 25/2023 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, when computing the weighted average cost of capital, each category of capital is proportionately weighted. Option B, weighted average cost of capital is also used as a discount rate for future cash flows in
discounted cash flow analysis. Option C, both A, B. Option D, WACC will remain constant unless a firm returns some of its debts. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ആക്ച്വലി ഓവറോൾ വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് WACC. അപ്പോൾ ഇങ്ങനെയൊക്കെ മീൻസ് ആക്ച്വലി ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്ത ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. വെൻ കമ്പ്യൂട്ടിംഗ് WACC, ഈച്ച് കാറ്റഗറി ഓഫ് ക്യാപിറ്റൽ ഈസ് പ്രൊപ്പോർഷനേറ്റ്ലി വെയ്റ്റഡ്. ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ, പല സോഴ്സുകളിൽ നിന്നും ഫണ്ട് കണ്ടെത്തും, അതിൻ്റെ എല്ലാം ടോട്ടൽ കോസ്റ്റാണ് ആക്ച്വലി WACC എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഓരോ സോഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫണ്ടും എവിടെ നിന്നുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ്ലി എത്രയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2, weighted average cost of capital is also used as a discount rate for future cash flows in discounted cash flow analysis. ശരിയാണ്. നമ്മുടെ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ ബജറ്റിനും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനാലിസിസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോത്ത് A, B are true. രണ്ടും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റഗറി നമ്പർ 114 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദ ഫേം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ എ ഡാഷ് ഫേം. ഓപ്ഷൻ എ, ഡെപ്റ്റ് ഫിനാൻസ്ഡ് ഫേം. ഓപ്ഷൻ ബി, ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ഓപ്ഷൻ സി, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫിനാൻസ്ഡ് ഫേം. ഓപ്ഷൻ ഡി, പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ഇവിടെ ചോദ്യം ഇതാണ്. ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിന് തുല്യമാകുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫേമുകൾക്കാണ് എന്നാണ്. അതായത് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റലിന് തുല്യമാകണമെങ്കിൽ അത് എന്ത് ഫേം ആയിരിക്കണം? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ആ ഫേമിൽ എന്തേ ഉണ്ടാകുമ്പോഴുള്ളൂ? ഇക്വിറ്റി മാത്രമേ ഉണ്ടാവും. ഇക്വിറ്റി ഫണ്ടിൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി മാത്രമാകുമ്പോഴാണ് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റലിന് ഈക്വൽ ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കാറ്റഗറി നമ്പർ 114 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അപ്ലിക്കേഷൻ അല്ലാത്തത് താഴെ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഡിസിഷൻ ക്രൈറ്റീരിയൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. ഓപ്ഷൻ ബി, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ഓപ്ഷൻ സി, ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ഡി, റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഓണർ. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ, ഡിസിഷൻ ക്രൈറ്റീരിയൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. ഓപ്ഷൻ എ, ഡിസിഷൻ ക്രൈറ്റീരിയൻ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അപ്ലൈ ചെയ്യാത്ത ഏരിയ എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിലും ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഇവാലുവേഷനിലും അതേപോലെ റേറ്റ് ഓഫ് ഓണേഴ്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ലൊക്കെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. എന്നാൽ ക്യാപിറ്റൽ ബജറ്റിൻ്റെ ഡിസിഷനിൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്ലിക്കേഷൻസ് കുറവാണ്. ദ നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു. കാറ്റഗറി നമ്പർ 172/2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ആക്ച്വലി എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ്? ഓപ്ഷൻ എ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓപ്ഷൻ ബി, ഡിവിഡൻഡ്. ഓപ്ഷൻ സി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഓപ്ഷൻ ഡി, നൺ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് അല്ലെങ്കിൽ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റഗറി നമ്പർ 239/2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹർഡിൽ റേറ്റ് മീൻസ്. ഹർഡിൽ റേറ്റ് എന്താണെന്നാണ്.
ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ARR, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഏൺ. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് ഹഡിൽ റേറ്റ് എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റഗറി നമ്പർ 92/2023 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഷെയർസ്. The minimum rate of return the firm must earn on its investment to maintain the market value of shares. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിനിമം ഏൺ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിൽ മിനിമം എത്ര ഏൺ ചെയ്യണോ ആ റിട്ടേണിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഓപ്ഷൻ ഡി ടോട്ടൽ ഷെയർ ഹോൾഡർ റിട്ടേൺ. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ്. കാറ്റഗറി നമ്പർ 92/2023 തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഇക്വിറ്റി, ഓപ്ഷൻ ബി ഡെപ്റ്റ്, ഓപ്ഷൻ സി റീറ്റെയിൻ ഏർണിങ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കമ്പോണൻറ്റ്സ് ചേർന്നാണ്? ഇക്വിറ്റി, ഡെപ്റ്റ്, റീറ്റെയിൻ ഏർണിങ്സ് എല്ലാം, ഇതിൻ്റെ എല്ലാം കമ്പൈൻഡ് ആണ് ആക്ച്വലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ് കോസ്റ്റ് ആക്ച്വലി ഉണ്ട്. Next question, cost of capital is equal to the opportunity cost of equity capital in a dash firm. ഇത് ഓൾറെഡി ഒന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താ ഏത് കാറ്റഗറിയിലാണ് വന്നത്? കാറ്റഗറി നമ്പർ 92/2023 റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഓൾ ഡെപ്റ്റ് ഫിനാൻസ്ഡ്, ഓപ്ഷൻ ബി ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫിനാൻസ്ഡ് ഫേം, ഓപ്ഷൻ സി ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം, ഓപ്ഷൻ ഡി പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ഇത് നമ്മൾ പറഞ്ഞു എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേമിന് ഏതായിരിക്കും? ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയ ആൻസർ, ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ കോസ്റ്റ് ഓഫ്. ഓപ്ഷൻ എ additional sales, option B additional fund, option C additional interest, option D none of this. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അഡീഷണൽ ഫണ്ടിനെയാണ് എന്ത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അഡീഷണൽ ഫണ്ട്, അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഭാഗമായി നമുക്കുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് ആക്ച്വലി മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് ചോദിച്ചിരിക്കുന്ന കാറ്റഗറി നമ്പർ 407/2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അഡീഷണൽ ഫണ്ടിനെയാണ് എന്ത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെപ്രസെൻറ്റ്? ആക്ച്വലി എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മീൻ ചെയ്യുന്നത്? കാറ്റഗറി നമ്പർ 440/2022 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് റൈസിംഗ് ഓൾ ഫണ്ട് യൂസ്ഡ് ബൈ എ ഫേം സോ ഫാർ, ഓപ്ഷൻ ബി ദ കോസ്റ്റ് ഓഫ് റൈസിംഗ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി ദ ഹിസ്റ്റോറിക്കൽ ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ ഫിനാൻസിംഗ് റിസോഴ്സസ്, ഓപ്ഷൻ ഡി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് കമ്പൈൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. അപ്പം എന്താണ് ആൻസർ ഇവിടെ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ കോസ്റ്റ് ഓഫ് റേസിംഗ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ട കോസ്റ്റിനെയാണെന്ത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WACC ഫോർ എ ഗിവൺ ഫേം ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈസ് ദ ഫോർ എ ഗിവൺ ഫേം ഈസ് ദ.
Option A, the discount rate a firm applies on project. B, maximum rate of return on any of the project undertaken. C, rate of interest on the next bond issue. Option D, blended cost of capital of common shares, preference stock and debt. Right answer ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫേം ഏതെല്ലാം സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നോ അതിൻ്റെ എല്ലാം കമ്പൈൻഡ് ആണ്, അല്ലെ? കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ ബ്ലെൻഡ് ആണ്. ബ്ലെൻഡഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കോമൺ ഷെയർസ് വരാം, പ്രിഫറൻസ് സ്റ്റോക്ക് വരാം, ഡെപ്റ്റ്, എല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാറ്റഗറി നമ്പർ 241/2023 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ which has to be incurred to obtain additional fund required by a firm. Options A, average cost. Option B, composite cost. Option C, historical cost. Option D, marginal cost. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, മാർജിനൽ കോസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇതെല്ലാം മറ്റൊരു വേയിൽ ചോദിച്ചു നിൽക്കുന്നതാണ്. എന്താണ് ഇവർ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ടു ബി ഇൻകേർഡ് ടു ഒബ്റ്റെയിൻ അഡീഷണൽ ഫണ്ട്. ഇതാണ് ഇവിടെ കീവേഡ്. അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻകേർ ആയിട്ടുള്ള ആവറേജ് കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 386/2017 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഒരു പ്രോബ്ലം ആണ്. കാറ്റഗറി നമ്പർ 66/2019 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി issued 18% irredeemable preference shares of face value ₹100 each. The flotation costs are estimated at 10% of the expected sales price. The cost of capital if the shares are issued at 10% discount is. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പനി 8% ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. റെഡീമബിൾ അല്ല, ഇറഡീമബിൾ തന്നെയാണ്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. എത്രയാണ്? സെയിൽസ് പ്രൈസിൻ്റെ 10%. എത്ര രൂപയ്ക്കാണോ അത് സെയിൽ ചെയ്ത് അതിൻ്റെ 10% ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിലാണ് അത് ഇഷ്യൂ ചെയ്തതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് എ 18.28%, ഓപ്ഷൻ ബി 22.22%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 18%. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ്. 22.22%. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം പ്രിഫറൻസ് ഷെയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ഡിവൈഡ് ബൈ എൻ ബി തന്നെ ചെയ്താൽ മതി. ഇക്വേഷൻ മാറ്റി ഡി ഡിവൈഡ് ബൈ എൻ ബി. ആഫ്റ്റർ ടാക്സ് ഒന്നും പറയാത്തത് കൊണ്ട് നേരെ ഡയറക്റ്റ് ഇൻറ്റു 100 വരും. ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് എത്രയാണ്? 18% ആണ്. 100 ആണ് ഫേസ് വാല്യൂ എങ്കിൽ 18% ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 18 ആയിരിക്കുന്നവരുടെ ഡിവിഡൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നെറ്റ് പ്രൊസീഡിങ്സ് എത്രയാണ്? ഫേസ് വാല്യൂ 100 ആണ്, പക്ഷേ ഇഷ്യൂ ചെയ്ത് 10% ഡിസ്കൗണ്ടിലാണ്, അല്ലേ? ഇപ്പോൾ നോർമലി ഇവിടെ 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 100ൻ്റെ 10% ആണ്, അല്ലേ? അപ്പോൾ നെറ്റ് പ്രൊസീഡിങ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ 100ൻ്റെ 10% എത്രയാണ്? 10 ആയിരിക്കും. അപ്പോൾ ആ 10 കുറയ്ക്കുക, അതാണ് ഡിസ്കൗണ്ട്. അപ്പം ഡിസ്കൗണ്ട് കുറച്ച ബാക്കി ഫേസ് വാല്യൂ എത്രയായിരിക്കും? അതിൻ്റെ വാല്യൂ എത്ര മാറി? 90 ആയി. ഇനി ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ. 90ക്കാണ് അത് വിൽക്കാൻ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്ര വന്നു എന്ന് പറഞ്ഞത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് അറ്റ് 10% ഓഫ് സെയിൽസ് പ്രൈസ്.
സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നിലനിൽക്കുന്നത്? 90. 90ൻ്റെ 10%. 90 10% എത്ര വരും? 9. സോ ആ 9 നമുക്ക് ഇവിടുന്ന് കുറച്ചാൽ മാത്രമേ ആക്ച്വൽ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തതെന്ന് കിട്ടുള്ളൂ. അപ്പോൾ 18 ഡിവൈഡ് ബൈ എത്ര വരും? 81 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 22.22% എന്ന ആൻസർ കിട്ടും. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Next question. Select the correct code of the following statement being true or false. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ കോസ്റ്റ് ഓഫ് ബോറോവിങ് ഫണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എൻറ്റയർ ലോങ് ടൈം ഡെപ്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ട്രൂ ഫാൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കാറ്റഗറി നമ്പർ 66/2019 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് 1 and 2 ആർ ഫാൾസ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫാൾസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ കോസ്റ്റ് ഓഫ് ബോറോവിങ് ഫണ്ട് ബോറോ ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. അല്ല, ആക്ച്വലി ഇറ്റ്സ് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 2, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എൻറ്റയർ ലോങ് ടൈം ഡെപ്റ്റ്. എൻറ്റയർ ലോങ് ടൈം ഡെപ്റ്റ് നമ്മൾ പേ ചെയ്ത് തീർത്താൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഫാൾസ് ആയത്? കാരണം ലോങ് ടൈം ഡെപ്റ്റ് ഫുള്ള് പേ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പകരം നമ്മൾ എന്താണ് അവിടെ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് മാറുന്നത്? ഇക്വിറ്റിയാണ്. അപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ന്യൂയോർക്ക് ടൈംസ് ലിമിറ്റഡ് ഹാസ് എ ഗിയറിംഗ് റേഷ്യോ ഓഫ് 30%, its cost of equity is 20% and cost of debt is 10%. The company's weighted average cost of capital will be option A 17%, option B 18%, option C 15%, option D 16%. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ 17% ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാറ്റഗറി നമ്പേഴ്സ് 40/2020 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 17 കിട്ടിയതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എന്താ? ഗിയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ടല്ലേ. ഗിയറിംഗ് റേഷ്യോ 30%. എങ്ങനെയാണ് ഈ ഗിയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ഡെപ്റ്റും ഇക്വിറ്റീനെ പ്രൊപ്പോർഷനാണ് ആക്ച്വലി ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് എത്ര പ്രൊപ്പോർഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്? 30% ഡെപ്റ്റും ബാക്കിയുള്ള എത്രയാണോ 70% അല്ല. അപ്പോൾ 30% ഡെപ്റ്റും ബാക്കിയുള്ള 70% ഇക്വിറ്റിയുമാണ് ആ പ്രൊപ്പോർഷൻ എന്ന് തന്നെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര തന്നിട്ടുണ്ട്? 20%, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 10%. അപ്പം പ്രൊപ്പോർഷൻ എങ്ങനെയാണ് എന്നും അതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഗിയറിംഗ് റേഷ്യോ ആയതുകൊണ്ടാണെന്ത്? അതിൻ്റെ പ്രൊപ്പോർഷൻ 30%ഉം ബാക്കിയുള്ളത് ഇക്വിറ്റി 70% ആണ് എന്ന് നമുക്ക് മനസ്സിലായത്. ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഡെപ്റ്റ് 30% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇക്വിറ്റി എന്ന് പറയുന്നത് 70% ആണ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 30%. അപ്പോൾ 0.3 ഇൻറ്റു അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 10% ആണ്. അപ്പോൾ 0.1 പ്ലസ് ഇനി ഡെപ്റ്റ് എത്രയാണ്? 70%. സോറി, ഇക്വിറ്റി എത്രയാണ്? 70%. അത് 0.7 ഇൻറ്റു ഇക്വിറ്റിയുടെ കോസ്റ്റ് എത്രയാണ്? 20%. 0.2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 17. നമുക്ക് ആൻസറായിട്ട് 17% നിന്ന് ആൻസർ കിട്ടും. ഇത്രയും മനസ്സിലാക്കേണ്ട ഇവിടെ ഇതാണ്. ഗിയറിംഗ് റേഷ്യോ എന്തെന്ന് അറിയാം. ഗിയറിംഗ് റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ആ പ്രൊപ്പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഡ്യൂ ചെയ്താൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇക്വിറ്റിയും
ഡെപ്റ്റിൻ്റെയും രണ്ടിൻ്റെയും കോസ്റ്റിൻ്റെ ടോട്ടലിനെയാണ് WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റഗറി നമ്പർ 40/2020 ചോദിച്ചിരിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ്. വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി? ഇവിടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. ഇഫ് ഇറ്റ് ഹാസ് 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, എത്രയാണ്? 5,000 ഇക്വിറ്റി ഷെയർ ആണുള്ളത്. ഒരു ഷെയറിൻ്റെ വില 10 രൂപ, മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ 50 രൂപ. ആൻഡ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഈസ് 10 lakh എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് 10 lakh. ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ്, ഈ ഒരു തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ആണ്. ഈ ഇക്വേഷൻ വെച്ച് ആദ്യം നമുക്ക് എന്താ EPS കാൽക്കുലേറ്റ് ചെയ്യണം. EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏർണിംഗ് പെർ ഷെയർ ആണ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി. ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 10 lakh ആണ് അല്ലേ. 10 lakh ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 5,000 ആണ്. അങ്ങനെ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ 200 എന്ന് കിട്ടും. ഓക്കെ, ഈ ഏർണിംഗ് പെർ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചെയ്യുന്ന ഇക്വേഷനോട് അപ്ലൈ ചെയ്താൽ മതി. 200 ഡിവൈഡ് ബൈ എത്രയാണ്? 50 ആണ് മാർക്കറ്റ് പ്രൈസ് അല്ലേ. മാർക്കറ്റ് പ്രൈസ് ഇവിടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 50 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു 100. ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ ആൻസർ 400%. ക്വസ്റ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളതാണ്. 400% എന്ന് കിട്ടുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിൽ 40% എന്ന് എടുക്കാം. ക്വസ്റ്റിൽ എന്തോ മിസ്റ്റേക്കാണ്. അപ്പോൾ ചെയ്യുന്ന രീതിയും ഇക്വേഷനും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ താഴെ പറയുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദി ഫേം, ഓപ്ഷൻ സി എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ദി ഇൻവെസ്റ്റർ, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടു ദി ഫേം. കാറ്റഗറി നമ്പർ 35/2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് എന്താണെന്ന് അറിയാം അല്ലേ. റീറ്റേൺഡ് ഏർണിങ്സ് ആക്ച്വലി നമ്മുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനെയാണ് റീറ്റേൺ ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലോവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ അറിയപ്പെടും. അത് ആക്ച്വലി എന്താണ്? ഫേമിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അല്ലെങ്കിൽ ആ ഫേം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്ത എന്താണോ അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദി ഫേം ആണ് ആക്ച്വലി റീറ്റേൺ ഏർണിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി നമ്പർ 157/2023 ചോദിച്ചതാണ്. ദ കോമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ എ ഇക്വിറ്റി, ഓപ്ഷൻ ബി റിറ്റേൺ ഏർണിങ്സ്, ഓപ്ഷൻ സി ഡെപ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 157/2023 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, അറ്റ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം ആൻഡ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഈസ് മാക്സിമം. Statement 2, at optimum capital structure, the overall cost of capital is maximum and total market value of the firm is minimum. Which of the statement is correct? ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആയത്? ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എന്താ ഓപ്റ്റിമം ക്യാപിറ്റൽ, ഏറ്റവും ബെസ്റ്റായ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പോൾ എന്താണ്?
ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമവും ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമം ആവുന്ന സിറ്റുവേഷൻ ആണെന്ത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏരിയയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ അതുകൊണ്ടൊന്ന് ആഡ് ചെയ്തു എന്നുള്ളൂ. എന്താണ് ഇവിടെ അപ്പം ഇത്രയേ ഉള്ളൂ. ഓവറോൾ കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് മിനിമവും വാല്യൂ മാക്സിമം ആവുന്ന സിറ്റുവേഷനെയാണ് എന്ത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണെന്ത് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് PSC ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.